കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖം അവർ പ്രസിദ്ധീകരിച്ചു. അത് വലിയ വിവാദമായി. വിവാദമാകാനുള്ള കാരണം ഇൻ്റർവ്യൂവിലെ ചില പരാമർശങ്ങളാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പല നടപടികളും മുസ്ലിം തീവ്രവാദികൾക്കെതിരെ എടുക്കുകയും അങ്ങനെ എടുക്കുമ്പോഴെല്ലാം തന്നെ അത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഒരു പ്രചാരണമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്ത വാചകമായി അദ്ദേഹം പറയുന്നത്, ഉദാഹരണമായിട്ട് 150 കിലോ ഗോൾഡ് മലപ്പുറത്തു നിന്ന് പിടിച്ചെടുത്തു, കൂടാതെ 123 കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചെടുത്തു. ഇത് നമുക്കറിയാം, ഇത് കരിപ്പൂർ എയർപോർട്ടിനടുത്ത് നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ PV അൻവറിന് മറുപടി പറഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇത് മലപ്പുറത്ത് നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്നതിലും സാങ്കേതികമായിട്ട് ചില ഒരു ശരിയുണ്ടെങ്കിലും ശരിക്കും അതിനകത്തൊരു തെറ്റുകൂടിയുണ്ട്. കാരണം ഈ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നതാണ് കരിപ്പൂർ എയർപോർട്ട് എന്നറിയപ്പെടുന്നത്. അത് ഇരിക്കുന്നത് മലപ്പുറത്തായതുകൊണ്ടും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് ഈ സ്വർണം പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് അത് മലപ്പുറം എന്ന് പറയുന്നൊരു ഗണത്തിലേക്ക് വിടുന്നത്. പക്ഷേ മലപ്പുറം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സമുദായത്തെ കൂടി സൂചിപ്പിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ പേര് ഉപയോഗിക്കുന്നത്, ദുസ്സൂചനകളോട് ഇത് ഉപയോഗിക്കുന്നത് വലിയ വിമർശനത്തിനിരയാവുന്നത്. അതെന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. കൂടാതെ അടുത്തൊരു വാചകവും കൂടി ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഈ പണം സംസ്ഥാന വിരുദ്ധ അതുപോലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് എഴുതി ചേർത്തേക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഇത് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദു പത്രത്തിന് പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹിന്ദു ദിനപത്രം ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാളെ മിക്കവാറും ഒരു തിരുത്തു കൊടുക്കുമായിരിക്കും. പക്ഷേ അതിലവർ പറഞ്ഞേക്കുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, കെയ്സൺ എന്ന് പറയുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയാണ് PR ഏജൻസിയാണ് ഇത്തരത്തിലുള്ളൊരു അഭിമുഖം തരാമെന്ന് പറഞ്ഞ് ഹിന്ദുവിനെ സമീപിച്ചതെന്നും ആ ഹിന്ദു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു അഭിമുഖമാണ് കൊടുത്തതെന്നും അങ്ങനെ കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഈ കെയ്സൺ എന്ന് പറയുന്ന PR ഏജൻസി തന്നെ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ എഴുതി കൊടുത്തുവെന്നും ആ എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ വിവാദമുണ്ടാക്കിയ പ്രസ്താവനകളെന്നും, അപ്പോൾ അത് മറ്റേ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവർ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഹിന്ദു അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. നമ്മൾ വിവാദം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് മലയാളികളായിട്ടുള്ള ആളുകൾ, നമുക്കിതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, യഥാർത്ഥത്തിലുള്ള കേരളം ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ഇത് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ എന്താണെങ്കിലും മുഖ്യമന്ത്രി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കുകയേ തരമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ഹിന്ദു കൂടി ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞതല്ല, പകരം എഴുതി തന്നതാണ് മറ്റൊരു PR ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ PR ഏജൻസി തന്നെ കേരളത്തിലെ പല ആളുകളുടെയും PR ഏജൻസി ആയിരുന്നു. പല MP മാരുടെയും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് വേണ്ടിയും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയൊക്കെ ഇപ്പം തന്നെ പണിയെടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതിൽ കേരളം ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്താണ്? ഒന്ന്, PV അൻവർ ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതെന്താണ്? ഒന്ന്, ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്ത് നടന്ന ആളുകളുടെ കയ്യിൽ നിന്നും പൊട്ടിക്കൽ സംഘത്തെ പോലെ തന്നെ നമ്മുടെ പോലീസുകാർ അവരുടെ കയ്യിൽ നിന്നൊരു പകുതി സ്വർണവും കൂടി അടിച്ചു മാറ്റുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് 5% പോലും, അതായത് നമ്മുടെ ഇങ്ങോട്ട് കള്ളക്കടത്ത് നടത്തുന്നതിൻ്റെ 5% പോലും സ്വർണം പിടിക്കപ്പെടുന്നില്ല എന്നാണ്. ഇനി അതിൽ 5% എന്ന് കണക്ക് കൂട്ടിയാൽ പോലും കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് 150 കിലോ സ്വർണം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 150 കിലോ ഒരു 5%ആണെന്ന് കണക്ക് കൂട്ടിയാൽ 10% എന്ന് പറയുന്നത് 300 കിലോ വരും. 100% എന്ന് പറയുന്നത് എത്രയാണ്? 3000 കിലോ ഗോൾഡിലേക്ക് എത്തും. അപ്പോൾ 1 കിലോ ഗോൾഡിന് തന്നെ ഏതാണ്ട് 70 ലക്ഷം രൂപയിലധികം വിലയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പിടിച്ചെടുത്ത സ്വർണത്തിന് തന്നെ 100 കോടി രൂപയിലധികം വരും. അപ്പോൾ അതിൻ്റെ 20 ഇരട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 2000 കോടി രൂപയുടെ സ്വർണം കള്ളക്കടത്ത് കരിപ്പൂർ എയർപോർട്ട് വഴി നടക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഈ പറയുന്ന പിടിച്ചെടുക്കുന്ന സ്വർണം നേരെ കസ്റ്റംസിന് കൈമാറേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാതെ അത് തൂക്കി നോക്കുകയും പിന്നീട് കോടതിയിൽ കേസുമായി പോവുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യം പോലീസിനില്ല എന്നുള്ളതാണ്. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്, ശരിയാണ്. കാരണം കസ്റ്റംസിന് മാത്രമേ ഇത് ആരാണ് കൊടുത്തയച്ചത് എന്ന് പറയുന്ന അന്വേഷണം വിദേശങ്ങളിൽ ചെന്ന് നടത്താൻ കഴിയൂ, കറക്റ്റാണ്. പക്ഷേ കേരള പോലീസിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനാണ് മറുപടി പറയേണ്ടത്. ഒന്ന്, ഈ ഹവാല പണം കൊണ്ടുവന്നത് 123 കോടി രൂപ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്? ആരാണ് ഇവിടെ റിസീവറായിട്ടുള്ള എൻഡിൽ ഉണ്ടായിരുന്നത്? റിസീവ് ചെയ്യാനായിട്ടുള്ള എൻഡിൽ ഉണ്ടായിരുന്നത് ആരാണ്? അത് അന്വേഷിച്ചിട്ടുണ്ടോ?
ഈ പറയുന്ന 50,000 രൂപ ടിക്കറ്റിനും 50,000 രൂപക്കും അതുപോലെ എയർ ടിക്കറ്റിനും വേണ്ടി മാത്രം വളരെ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ അവർ ചെയ്തത് ശരിയാണെന്നൊന്നുമല്ല, അവരെ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷെ അവരെ മാത്രം പിടിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? നമുക്കറിയേണ്ടത് MP അഹമ്മദ് എന്ന് പറയുന്ന മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ തന്നെ ഒരു തവണ പറഞ്ഞിരുന്നത് കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണ വ്യാപാരം ഏകദേശം കണക്കിൽപ്പെടുന്ന 50,000 കോടി രൂപയാണെന്നും ശരിക്കും 2 ലക്ഷം കോടി രൂപയിലധികം വരുന്ന വ്യാപാരം ഇവിടെ നടക്കുന്നുണ്ടെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും പോട്ടെ, ഇവിടെ ഏതാണ്ട് ഒരു 2 ലക്ഷം കോടി രൂപയുടെ സ്വർണത്തിൻ്റെ വ്യാപാരം ഒരു പാരലൽ മാർക്കറ്റായി കേരളത്തിൽ നടത്തപ്പെടുന്നു എന്നാണ്. മഹാരാഷ്ട്രയാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ഏറ്റവും വലിയ കേന്ദ്രമെങ്കിൽ രണ്ടാമത്തേത് തീർച്ചയായിട്ടും കേരളമാണ്. ആ കേരളത്തിൽ തന്നെ പ്രതിശീർഷ ഉപഭോഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് കേരളത്തിലാണ്. അപ്പോൾ ലോകത്ത് തന്നെ നിങ്ങൾ അറിയേണ്ടത് 29-30% ഗോൾഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാരലായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ ആ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ പുറകിലുള്ള ഏതെങ്കിലും ഒരു മുതലാളിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇത് മേടിക്കാൻ തക്ക കെൽപ്പുള്ള ഏത് കട ഉടമസ്ഥനായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതോ ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് മറ്റേ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ പോവുകയാണോ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലോകത്ത് തന്നെ സ്വർണ്ണ വ്യാപാരം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങളുള്ളത് കേരളത്തിലാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പം ഈ പറയുന്ന ആളുകളെ പിടിക്കുക മാത്രമല്ലല്ലോ, എന്നിട്ട് സ്വർണ്ണം അടിച്ചു മാറ്റൽ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പിണറായി വിജയൻ നടപടി എടുക്കേണ്ടത്. നമ്മൾ ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ 1.5 ലക്ഷം കോടി രൂപയുടെ വരുന്ന ഏതാണ്ട് ഒരു 1.5 ലക്ഷം കോടി രൂപയുടെ വരുന്ന സ്വർണ്ണ കള്ളക്കടത്തും വ്യാപാരവും എല്ലാം ഇവിടെ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പറയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇപ്പം നാളെ കൊച്ചിയിലുള്ള എയർപോർട്ട് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരനായിട്ടുള്ള ഞാൻ അതിൽ വിഷമം കൊള്ളേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും നടത്തുന്നു പോലെ തിരുവനന്തപുരത്തുള്ള ആളുകൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ദുസ്സൂചനകളോടെ പറയേണ്ട ഒരാളുമല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ പറയേണ്ടത് കൃത്യമായി ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ്. PV അൻവർ ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ സ്വർണം പിടിച്ചെടുക്കാൻ പോലീസുകാർക്ക് താല്പര്യമുള്ളത് അവർ കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് അടിച്ചു മാറ്റുന്നതുകൊണ്ടാണ്. ഒരു ഗോൾഡിൻ്റെ അപ്രൈസറായിട്ടുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരാളുടെ വീട് കൊണ്ടേ കാണിച്ചു. അതായത് ചെസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത് ചെസ്റ്റ് തട്ടിയെടുക്കുന്നവൻ്റെ വീടാണ് 4 കോടി രൂപയുടെ. അപ്പം ഇത് സ്വർണം കള്ളക്കടത്ത് ഓർഗനൈസ് ചെയ്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് നടത്തുന്ന ഇവിടെ അത് മേടിക്കാൻ കെൽപ്പുള്ള കടക്കാരൻ്റെയൊക്കെ വീട് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കോടിക്കണക്കിന് രൂപയുടെ ഗോൾഡ് കച്ചവടം നടത്തുന്നവനല്ലേ ഈ കള്ളക്കടത്തിന് ചുക്കാൻ പിടിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇടക്ക് പൊട്ടിച്ചെടുക്കുന്ന നമ്മുടെ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും പോലുള്ള ഗുണ്ടകൾ തന്നെ വലിയ തോതിൽ സുഖമായി ജീവിക്കുന്നു. അതിൽ നിന്ന് അപ്രൈസറായിട്ടുള്ള ഈ ഗോൾഡ് തട്ടിയെടുക്കുന്ന അപ്രൈസറായിട്ടുള്ള അതിൻ്റെ ചെറിയൊരു ശതമാനം കിട്ടുന്ന നമ്മുടെ ഉണ്ണി 4 കോടി രൂപയുടെ വീട് വെച്ച് താമസിക്കുന്നു, നല്ലവനായ ഉണ്ണി. രണ്ടാമത്തേത് ഈ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഈ ഡാൻസ് അപ്പ് പോലെയുള്ള സംഘങ്ങൾ ഉണ്ടാക്കിയെടുത്തെന്ന് ഈ പറയുന്ന PV അൻവർ പറയുന്നു. ഈ 188 കേസുകളെക്കുറിച്ചും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഗവൺമെൻറ്റിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. കേരളം അത് ചർച്ച ചെയ്യുന്നില്ല. ഏറ്റവും വലിയ കേരളം ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? മുസ്ലിം ലീഗും അതുപോലെ കേരള കോൺഗ്രസും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലേ? അല്ലാതെ മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അത് ചർച്ച ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം ഇതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരെ പിടിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളല്ലേ? ഇതൊന്നും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഈ മുതലാളിമാരൊക്കെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അതൊന്നും ചർച്ച ചെയ്യാതെ നമ്മുടെ മുമ്പിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളൊക്കെ കൂടി നിങ്ങൾക്കിത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു സാധനം വിളമ്പിത്തരുന്നു. നമ്മളതെടുത്ത് കഴിക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ഹിന്ദുവിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം മാത്രമാണ്. അത് തെറ്റായിപ്പോയി എന്നും അത് പിൻവലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് ഹിന്ദു ഒരു PR ഏജൻസി എഴുതി കൊടുത്താണെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വെച്ച് ആ പരിപാടി നിർത്താം. നമുക്ക് വിശ്വസിക്കാം പിണറായി വിജയനെ. കാരണം എന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനൊരു മാർഗമില്ല. കാരണം ഹിന്ദു തന്നെ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് എന്താണ്? പിന്നീട് ചർച്ച ചെയ്യേണ്ടത് ഈ 1 ലക്ഷം കോടി രൂപയിലധികം വരുന്ന ഈ സ്വർണത്തിൻ്റെ കള്ളക്കടത്താണ്. ആ കള്ളക്കടത്തിൻ്റെ ചെറിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള ഹവാല പണം വരുന്നത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഗൗരവമുള്ള കാര്യങ്ങളിൽ നിന്ന് മാധ്യമങ്ങളടക്കം നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതും കഴിച്ച് സുഖമായിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്?
ഏതെങ്കിലും ഒരു മുതലാളി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി ഈ ഇപ്പം പറയുന്ന 100 കോടി രൂപയുടെയും അല്ലെങ്കിൽ 3000 കോടി രൂപയുടെയൊക്കെ സ്വർണം, കള്ളക്കടത്ത് സ്വർണം മേടിക്കാൻ കഴിവുള്ള സാധ്യതകളുള്ള മുതലാളിയാരാണ് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ. അത് കണ്ടെത്താൻ ഗവൺമെൻറ്റിനോട് പറയണ്ടേ? അതിന് പിണറായി വിജയനും ഇതുപോലെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ പോരാ, നടപടി എടുക്കണ്ടേ? അത് ആവശ്യപ്പെടണ്ടേ പ്രതിപക്ഷങ്ങൾ? അത് ആവശ്യപ്പെടണ്ടേ മുസ്ലിം ലീഗ്? എന്തേ അത് ആവശ്യപ്പെടുന്നില്ല? ഇതാണ് അത്ഭുതം.